നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ഫിസിക്സ് പ്രാക്ടിക്കൽസ് ആദ്യം മുതൽ ആ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാം. ഫിസിക്സിൻ്റെ ഫുൾ പ്രാക്ടിക്കൽസ്, കെമിസ്ട്രിയുടെ മാത്സിൻ്റെ എല്ലാം ഡിസ്ക്രിപ്ഷനകത്ത് പ്ലേലിസ്റ്റ് ആയിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കാൽക്കുലേഷൻ ഗ്രാഫും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടുപിടിച്ചാൽ അത് മാത്രം മതി. ഇനി നമുക്ക് വളരെ കാര്യമായ കാര്യത്തിലേക്ക് വരാം. ഫിസിക്സ് പ്രാക്ടിക്കൽസ് എളുപ്പവഴി എന്താണ്? ഇത് ചെയ്യുമ്പോൾ നമുക്ക് ടെൻഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? നമുക്ക് ഒരു ടെൻഷനും ഇല്ലാതെ ഫിസിക്സ് പ്രാക്ടിക്കൽ വേണം. പല കുട്ടികൾക്കും ഫിസിക്സ് പ്രാക്ടിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ കൈയൊക്കെ വിറയ്ക്കും. വരുമ്പം ക്വസ്റ്റ്യൻ എടുക്കാൻ നേരം, സെലക്ട് ചെയ്യാൻ നേരം നമ്മൾ കാണാറുണ്ട് കുട്ടികളുടെ കൈയൊക്കെ വിറച്ച് താഴോട്ട് വീഴുന്നതും ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് മാറി പോകുന്നതൊക്കെ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഫിസിക്സ് പ്രാക്ടിക്കൽസ് നമുക്കറിയാം ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളിലും വ്യത്യാസമാണ്. നമ്മൾ ഒന്ന് ചെയ്ത് നോക്കേണ്ടതാണ്. എന്തായാലും ചെയ്ത് നോക്കിയില്ലെങ്കിൽ ഇപ്പം ഒട്ടും ചെയ്യാൻ പറ്റുന്ന കുട്ടികൾ അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസ് കണ്ട് ക്ലിയറായി പഠിക്കണം. പല കുട്ടികൾക്കും കാൽക്കുലേഷൻ ഇത് നമ്മൾ ഒരു വട്ടം ഒന്ന് ആപ്പാറ്റസ് കണ്ട് അതിൻ്റെ കാൽക്കുലേഷനൊക്കെ കണ്ട് ഗ്രാഫ് ഉണ്ടെന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ 2 എക്സ്പെരിമെൻ്റാണ് നമുക്ക് ചെയ്യാനുള്ളത്. 2 എക്സ്പെരിമെൻറ്റേ ഉള്ളൂ. ഈ 2 എക്സ്പെരിമെൻറ്റിൽ നിങ്ങൾക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്നത്, പലരും പറയും ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് ഫുൾ എക്സ്പെരിമെൻറ്റ് കണ്ടുപിടിച്ച ആടെ പേര് ഒന്നും വേണ്ട. നിങ്ങൾക്ക് അതിൻ്റെ പ്രിൻസിപ്പിൾ ഇക്വേഷൻ ഇപ്പം സിമ്പിൾ പെന്നിലുവാണെങ്കിൽ T=2π × L/G. അതിനകത്ത് L എന്താണ്, G എന്താണ്, T എന്താണ് എന്ന് കൊടുക്കുക. ഗ്രാഫ് ഉണ്ടെങ്കിൽ ഗ്രാഫിൻ്റെ ഷേപ്പ് വരയ്ക്കുക. ഇതൊക്കെയുള്ളൂ നിങ്ങൾ ആദ്യം വരയ്ക്കേണ്ടത്. അതിനകത്ത് ടെൻഷൻ വേണ്ട. ഇത് നിങ്ങൾ അത്രയും മാത്രം അതിലെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യകത ഇല്ല. നമ്മൾ അത്യാവശ്യം ഈ പറയുന്ന ഇത് മാത്രം പ്രിൻസിപ്പിൾ ഗ്രാഫ് ഉണ്ടെങ്കിൽ ഗ്രാഫിൻ്റെ ഷേപ്പ് ടാബിളൊക്കോളം കാണാതെ വരയ്ക്കണം. റിസൾട്ട് എഴുതാൻ മറക്കരുത്. റിസൾട്ട് എഴുതിയാൽ നിങ്ങൾക്ക് ഒരു റിസൾട്ടിന് 2 മാർക്ക്, 2 റിസൾട്ടിന് 4 മാർക്ക്. എല്ലാം ചെയ്തിട്ട് ലാസ്റ്റ് കല ഉടയ്ക്കേണ്ട ആവശ്യം പല കുട്ടികളും ചെയ്യാറുള്ളതാണ്. റിസൾട്ട് എഴുതണം. പിന്നെ കോൺഫിഡൻസ് കൂട്ടാൻ എന്താണ് വഴി എന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ പ്രാക്ടിക്കൽസ് കൂടുതൽ സമയം ചെയ്ത് നോക്കുക, റിപ്പീറ്റ് ആയിട്ട് ചെയ്യുക. 2, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ, പ്രാക്ടിക്കൽ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് നല്ല നല്ല വീഡിയോസ് കണ്ട് കേട്ട് പഠിക്കുക. ഇപ്പം എൻ്റെ വീഡിയോസിനകത്തൊക്കെ നിങ്ങൾ മാക്സിമം നോക്കിയാൽ മതി. ഇച്ചിരി ഡ്യൂറേഷൻ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ടെൻഷൻ ഫ്രീ ആക്കും. എല്ലാ കാൽക്കുലേഷൻ ചെയ്യും. നല്ല ശതമാനം കുട്ടികൾക്കും ഗ്രാഫ് വരയ്ക്കാനും കാൽക്കുലേഷനാണ് ബുദ്ധിമുട്ട്. അത് നമ്മൾ നല്ല വൃത്തിയായിട്ട് പഠിച്ചുകൊണ്ട് പോകണം. ഈ പറഞ്ഞ പോലെ 40 മാർക്ക് വലിയ ബുദ്ധിമുട്ടല്ല. കാരണം തിയറി പരീക്ഷയ്ക്ക് 40 മാർക്ക് നമുക്കറിയാം കഠിനമാണ്. പ്രാക്ടിക്കൽസിന് 40 മാർക്ക് അത്യാവശ്യം ഈ രീതിയൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ച് റെക്കോർഡെല്ലാം നല്ലപോലെ കംപ്ലീറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി പോയാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് 40 മാർക്ക് കിട്ടും. ടെൻഷൻ വേണ്ട, പക്ഷെ ജാഗ്രത വേണം. അത് ഉറപ്പാണ്. അന്നേരം ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്തേക്കുക. പ്രാക്ടിക്കൽസിൻ്റെ എല്ലാത്തരം വീഡിയോസും വരും. സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് റെഡിയാക്കി വെക്കുക. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ എല്ലാ കാര്യങ്ങളും കിടപ്പുണ്ട്. പ്രാക്ടിക്കലിൻ്റെ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്. അതിനകത്ത് സംശയങ്ങളും ഡൗട്ട്സും എല്ലാം നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. എന്തായാലും അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെ നെവർ എവർ ഗിവ് അപ്പ്.